വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. വി എസ് രഞ്ജിത്ത്, ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് പ്രതിഷേധവുമായി കഴിഞ്ഞ തവണ എല്ലാ യൂണിയനുകളും ഭരണാനുകൂല സംഘടനകളുടെ ആളുകൾ അടക്കമുണ്ടായിരുന്നു. ഇന്നെന്താണ് കോഴിക്കോട്ടെ കാഴ്ച? സുജ, ഇന്ന് കോഴിക്കോട്ട് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലും ടെസ്റ്റ് നടക്കുന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട ചേവായൂർ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ രാവിലെ പോയിരുന്നു. അവിടെയും ടെസ്റ്റ് മുടങ്ങിയിരിക്കുന്നു. ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഏജന്റുമാരും തന്നെ ഈ ടെസ്റ്റിനോട് സഹകരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊടുവള്ളി സബ് RTO ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലാണ്. ഇവിടേക്ക് ഇന്ന് രാവിലെ MVD ഉദ്യോഗസ്ഥർ വന്നിരുന്നു. ആ ഉദ്യോഗസ്ഥരെ ഇവിടെ രാവിലെ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ തടഞ്ഞിരുന്നു. അതിനുശേഷം മറ്റ് ടെസ്റ്റിന് വേണ്ടി ആരും എത്താത്തത് കൊണ്ട് അവർ മടങ്ങിപ്പോയി. ഇപ്പോൾ ഇതിന്റെ സമരസമിതി ആളുകളും ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകളും ഇവിടെ ഉണ്ട്. നിങ്ങൾ ടെസ്റ്റ് നടത്തില്ല എന്ന് തന്നെയാണ് പറയുന്നില്ല? ഇന്നൊരു കാരണവശാലും ഇന്ന് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇന്ന് മാത്രമാണ് ഇത് എന്ന് വരെ സമരം? അനിശ്ചിതകാല സമരം 4/2024 സർക്കുലർ പിൻവലിക്കുന്നവർ അനിശ്ചിതകാലം കേരളത്തിൽ AKMDS ഉൾപ്പെടെയുള്ള INTS ഉൾപ്പെടെ BMS ഉൾപ്പെടെയുള്ള സംയുക്ത സമരസമിതി ഇനി മുതൽ ഈ പരിഷ്കാരം പിൻവലിക്കാതെ ടെസ്റ്റുകൾ. CITU ഏത് പശ്ചാത്തലത്തിലാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്? CIT ഏത് വശത്തിലാണ് അറിയില്ല. ഞങ്ങൾ ഈ സമരം ആരംഭിച്ചപ്പോൾ CIT മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്നലെയാണ് പെട്ടെന്ന് അറിയുന്നത് അവർ സമരം പിൻവലിച്ചു ഞങ്ങൾ അറിയുന്നു. അവർക്ക് ന്യായമായിട്ട് അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു? അവരാവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരം ഇവിടെ നിലനിൽക്കില്ലല്ലോ. അവരെന്തുകൊണ്ടായിരിക്കും സമരം പിൻവലിച്ച്? നിങ്ങൾ അത് അവരുടെ കാര്യം നമുക്കറിയില്ല. ഇത്രയും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നു. ഇപ്പോൾ അവർ പിൻവലിച്ചത്. ഞങ്ങൾ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിലേക്ക് ടെസ്റ്റ് നടത്താൻ ഈ ഗ്രൗണ്ട് സജ്ജമായിട്ടുണ്ടോ? എല്ലാ ഭാഗവും സജ്ജമായിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും സജ്ജമാക്കണം. അതിന് സമയം വേണം. പുതിയ രീതിയിലേക്ക് സജ്ജമാക്കാൻ ഞങ്ങൾ അവിടെയും സജ്ജമായിട്ടില്ല. ഇല്ല, സർക്കാരിന്റെ ഭാഗത്ത് ഈ 86 ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അത് സർക്കാരിന്റെ ഭാഗത്ത് ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് പോലും ഇല്ല. ഗ്രൗണ്ടുകൾ അനുവദിച്ചു എന്നാൽ ഈ ഗ്രൗണ്ട് പരിപാലിക്കുന്ന എല്ലാ പ്രൈവറ്റ് മേഖല അസോസിയേഷന്റെ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് പോലും അസോസിയേഷന്റെ ഗ്രൗണ്ടാണ്. സർക്കാരിന് ഇത്തരത്തിൽ ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടുകൾ പോലുമില്ല. ഇപ്പൊ ഈ കൊടുവള്ളിയിൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അസോസിയേഷൻ മുൻകൈ എടുത്തുകൊണ്ട് സജ്ജമാക്കിയ ഗ്രൗണ്ടിലാണ് എന്നുള്ളത് കൂടി അറിയേണ്ട കാര്യമാണ്. കാരണം പുതിയ ടെസ്റ്റിംഗ് രീതിയിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് സർക്കാർ സംവിധാനങ്ങളെങ്കിലും സജ്ജമാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രഞ്ജിത്ത്, ഇപ്പോൾ നിൽക്കുന്ന കൊടുവള്ളിയിലെ കാഴ്ച, അതോടൊപ്പം നേരത്തെ പോയ ചേവായൂരിലെ കാഴ്ച, അത് രണ്ടും രഞ്ജിത്ത് നേരിട്ട് കണ്ടതാണല്ലോ. എത്ര നാൾ ഇങ്ങനെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ്? ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കൊരു സാധ്യതയുണ്ടോ? ഇപ്പോൾ CITUവിന്റെ നേതൃത്വത്തിലുള്ള യൂണിയനൊക്കെ പിന്മാറിയതായും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും CITU പിന്മാറിയതിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു. CITU ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് ഇവരുന്നയിക്കുന്ന അതേ ആവശ്യങ്ങളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ CITU ഒരു സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണം ഒരുപക്ഷെ അവർ ഭരണാനുകൂല സംഘടനയായതുകൊണ്ട് മാത്രമായിരിക്കണം. കാരണം ഇവരുടെ ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്ന ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് നിങ്ങളെ സംഘടനയെ വിളിച്ചിട്ടുണ്ട്? ഞങ്ങൾ സർക്കാരുമായിട്ടൊരു ചർച്ച വെച്ചു. ആ ചർച്ച പരാജയപ്പെട്ടു പോന്നിരിക്കുകയാണ് ചെയ്തത്. ഇനി ഞങ്ങൾ സെക്രട്ടറി മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ മുമ്പോട്ട് പോകാൻ തീരുമാനം. എന്നാണ് സെക്രട്ടേറിയറ്റ് മാർച്ച്? ഈ വരുന്ന 15-ന് ആരംഭിക്കും. അതിന് മുമ്പേ സർക്കാർ ഒരു ചർച്ചയ്ക്ക് നിങ്ങളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഈ അവസരം നഷ്ടപ്പെടുക ഡ്രൈവിങ്ങിന്റെ. അപ്പം നിങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവസരം നഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടേ നമ്മൾ? സ്ലോട്ട് വളരെ കുറച്ചിരിക്കുക. 120 ടെസ്റ്റ് നടത്തിയ സ്ഥാനത്ത് ഇന്ന് 25-30 ടെസ്റ്റേ ഉള്ളൂ. ഇവിടെ ഒരു പഠിതാവ് ഈ രൂപത്തിൽ പോകുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല. ഇത് ഞങ്ങളെ വിഷയമല്ല. ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് 18 വയസ്സ് പൂർത്തിയായവരും അതുപോലെ വ്യത്യസ്ത തൊഴിൽ മേഖലയിലും പോകേണ്ട പഠിതാക്കളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്ന ദിവസം 30 എണ്ണം അനുവദിച്ചാൽ 240 എണ്ണം മാക്സിമം. ദിവസം സാധാരണ ഒരു ഓഫീസിൽ 120 എണ്ണമായിരുന്നു. അത് തന്നെ 2-3 മാസം സമയമെടുക്കുന്നു. ഇപ്പോൾ അത് 35 എണ്ണമാക്കി ചുരുക്കിയിരിക്കുകയാണ്. ഈ 120 കുട്ടികളെ കയ്യിൽ നിന്നും സർക്കാർ ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ട് ഫീസ് ഉൾപ്പെടെ ലക്ഷങ്ങൾ വാങ്ങി വെച്ചിട്ടാണ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ അനുവദിക്കാതിരിക്കും. 30ലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണമായി ചുരുങ്ങും ഒരു ദിവസം നടത്തുന്നത്? ഇതിവിടെ ഒരു MVAക്കായിരുന്നു 60 ടെസ്റ്റ്. നേരത്തെ ഒരു MVAക്ക് 60, ഒരു ഓഫീസിൽ 2 MVA ഉണ്ടെങ്കിൽ 120 ടെസ്റ്റ് നടത്തിയിരുന്നു. ഇപ്പം പുതിയ ഈ ഓർഡർ പ്രകാരം ഒരു ഓഫീസിനാണ് 30 ടെസ്റ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിലവിൽ നടന്ന ടെസ്റ്റിൻ്റെ 15% മാത്രമേ ഇവിടെ ടെസ്റ്റ് നടക്കുള്ളൂ. ലക്ഷക്കണക്കിന് അപേക്ഷകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. 2 രൂപത്തിൽ ഇത് പ്രയാസമുണ്ടാക്കും. ഒന്ന്, ഇത്രയും ശക്തമല്ലാത്ത ടെസ്റ്റ് നടക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിലേക്ക്
പഠിതാക്കൾ പോകുന്നത് പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട റവന്യൂ വരുവാണ്. നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത തന്നെ നമ്മുടെ വയനാടിന്റെ അതിർത്തിയിൽ, കർണാടക അതിർത്തിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അതെ, കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ, പഠിതാക്കൾ, സ്കൂൾ ഡേയ്സ് എടുക്കേണ്ടവർ തമിഴ്നാടേക്ക്, കർണാടകത്തിൽ പോകാൻ കേവലം 50-60 കിലോമീറ്റർ പോയാൽ മതി. അവിടെ ടെസ്റ്റ് പോലും നടക്കാതെ വളരെ ലളിതമായി ലൈസൻസ് കിട്ടുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട റവന്യൂ വരുമാനമാണ് ഇതിലൂടെ നഷ്ടപ്പെടുക. ഞങ്ങൾ ഈ സമരത്തിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം സ്ലോട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള അവസരത്തെയാണ് ഈ പുതിയ നിയമം കൊണ്ട് തടസ്സപ്പെട്ടത്. അത് ഡ്രൈവിംഗ് സ്കൂളുകാരെ മാത്രം ബാധിക്കും. ഇത് ഇവർ ഉന്നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ നേരത്തെ വയനാട്ടിൽ ദീപക് മോഹൻ കാണിച്ച പോലെ ഈ അതിർത്തികളിലേക്ക് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ആളുകൾ പോകും. അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ റവന്യൂ കുറയും. അതുപോലെ തന്നെ ഇവിടെ 18 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് ലൈസൻസ് എടുക്കാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ സ്ലോട്ടുകൾ വർദ്ധിപ്പിച്ച് പരിഷ്കരിച്ച രീതിയിൽ തന്നെ നടപ്പാക്കുകയാണെങ്കിൽ കൂടി സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സുജയ. ഓക്കെ, വി എസ് രഞ്ജിത്താണ് കൊടുവള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.